നമസ്കാരം, ഏവർക്കും കെട്ടാങ്ങൽ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക്. ഏവർക്കും കെട്ടാങ്ങൽ ന്യൂസിലേക്ക് സ്വാഗതം. സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡുകളിലൂടെ എന്ന ഞങ്ങളുടെ പരിപാടിയിൽ ഇന്നത്തെ അതിഥികളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ നമ്മുടെ യാത്ര മാവൂർ പഞ്ചായത്തിലെ 12-ാം വാർഡിലാണ്. 643 പുരുഷന്മാരും 701 സ്ത്രീകളുമടക്കം ആകെ 1343 വോട്ടർമാരാണ് അവിടെയുള്ളത്. മാവൂർ പഞ്ചായത്തിലെ 12-ാം വാർഡ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ബിച്ചാവയുമായി കൊണ്ടാണ് ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത്. സ്വാഗതം. ആദ്യമായിട്ട് സ്ഥാനാർത്ഥി പരിചയപ്പെടുന്നു. എൻ്റെ പേര് മുഹമ്മദ് കുട്ടി എന്ന ബിച്ചാവ. ഞാൻ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങളുടെ മാവൂരിലെ 12-ാം വാർഡിൽ മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതിനു മുമ്പ് രാഷ്ട്രീയ മേഖലയിൽ എത്രത്തോളം ഉണ്ടായിരുന്നു? ഞാൻ എൻ്റെ 14-ാം വയസ്സിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞാൻ അന്ന് മുതലേ ഞാൻ രാഷ്ട്രീയത്തിലുണ്ട്. പിന്നെ ഞാൻ എൻ്റെ 21 വയസ്സിൽ ഞാൻ ഗൾഫിലേക്ക് പോയി 30 വർഷം പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇപ്പോൾ നാട്ടിലേക്ക് വന്നു. ഇതുവരെ രാഷ്ട്രീയ മേഖലയിൽ ഒരുപാട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ 28 വർഷമായിട്ട് അവിടെ നവോദയ എന്ന് പറഞ്ഞ സംഘടനയുടെ ഒരു പ്രവർത്തകനാണ്. ചെറിയ ചെറിയ സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം, ഇവിടെ വരുന്നതിന് മുന്നായിട്ടും നമ്മൾ അവിടെ നിന്നുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യാറുണ്ട്. നമുക്ക് മാവൂർ പഞ്ചായത്തിനെ കുറിച്ച് അറിയാം. കഴിഞ്ഞ 4 പതിറ്റാണ്ടോളം LDF ഭരിച്ച ഒരു പഞ്ചായത്തായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 പ്രാവശ്യവും വിജയിച്ചത് UDF ആണ്. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ? ഇവിടെ മാവൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു 10 വർഷം ആയിട്ട് ഒരുപാട് പോരായ്മകൾ ഇവിടെ മാവൂർ പഞ്ചായത്തിലുണ്ട്. പക്ഷേ പോരായ്മകളൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. കാരണം അത് ഇലക്ഷനിൽ വോട്ടാക്കി മാറ്റാൻ ഞാൻ ആഗ്രഹിക്കില്ല. ജനങ്ങൾക്കറിയാം, മാവൂരിലുള്ള ജനങ്ങൾക്കറിയാം ഇവിടുത്തെ വികസനം എന്താണെന്നും ഇനി പുതിയൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് ഇപ്പോൾ മാവൂരിലുള്ളത്. നിങ്ങൾ ഈ ഇലക്ഷനിൽ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? നല്ല ചോദ്യം, എനിക്ക് ഇഷ്ടപ്പെട്ട ചോദ്യം അത്. വികസന പ്രവർത്തനം ഞാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് റോഡുകളും ഒരുപാട് വീടുകളും ഒരുപാട് മതിൽക്കെട്ടുകളും എന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരുപാട് പാവപ്പെട്ട പട്ടിണി കിടക്കുന്ന ഒരുപാട് നിർധനരായ കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ഒന്ന് സഹായിക്കണം എന്നാണ് എൻ്റെ കാര്യമായിട്ടുള്ള എൻ്റെ ആഗ്രഹം. പട്ടിണി കിടക്കരുത്, മരുന്നിന് ബുദ്ധിമുട്ടാവരുത്. അത് മാത്രമാണ് എൻ്റെ കാര്യമായിട്ടുള്ള എൻ്റെ ആഗ്രഹം. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റോഡായി നവീകരണങ്ങളാണ് വേണ്ടത്. അത് നമുക്കതൊരു ഭാഗത്തുനിന്ന് ചെയ്യാൻ കഴിയും. കാര്യമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് പട്ടിണി കിടക്കുന്ന ജനങ്ങളുണ്ടെങ്കിൽ അവരെ മനസ്സിലേക്ക് കയറി ചെന്ന്, അവരെ വീട്ടിലേക്ക് കയറി ചെന്ന് അവരെ എന്താണ് പറയാനുള്ളത് അതന്വേഷിച്ച് ചെയ്യാൻ. നമുക്കറിയാം, പഞ്ചായത്ത് ഇലക്ഷനിൽ ഓരോ വീടും നമുക്ക് പ്രധാനമാണ്. പലപ്പോഴും ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഓരോ വ്യക്തികളും അറിയാതെ പോകുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്കറിയാം. കാർഷിക മേഖലയിലാണെങ്കിലും ഓരോ വീടുകൾക്ക് ലഭിക്കേണ്ട, വ്യക്തികൾക്ക് ലഭിക്കേണ്ട പല കാര്യങ്ങളും പലരും അറിയാതെ പോകുന്നുണ്ട്. ഇതിനെ എങ്ങനെ തൃണവൽക്കരിക്കാൻ കഴിയും? ഇവിടെ ഞാനിപ്പോൾ എൻ്റെ 12-ാം വാർഡിൽ ഏകദേശം ഒരു 400 മേലെ വീടുകളുണ്ട്. ഇവിടെ എല്ലാം കയറി ചെന്നപ്പോൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അവിടെ എത്തിയവരുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു 10 വർഷമായിട്ട് ഒരു മെമ്പർ പോലും എത്താത്ത മേഖല ഇവിടെ ഉണ്ട്. ഒരു പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒന്നും എത്താത്ത ഒരുപാട് മേഖല ഈ 12-ാം വാർഡിലുണ്ട്. ഞാൻ ഓരോ വീടുകളിലും കയറി ഇറങ്ങി അവരെ പൾസ് ശരിക്കും മനസ്സിലാക്കി അവർക്ക് എന്താണ് വേണ്ടത് ചെയ്തു കൊടുക്കാൻ. ഞാൻ തെരഞ്ഞെടുപ്പിന് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്ത് അവരെ വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞാൽ സത്യസന്ധമായിട്ട് അവർക്ക് എന്താണോ ആവശ്യം എന്നാൽ ചെയ്യാൻ കഴിയുന്നത് പഞ്ചായത്തിൽ നിന്നും അവർക്ക് അർഹതപ്പെട്ട ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അതെല്ലാം വാങ്ങിക്കൊടുക്കുവാനും പിന്നെ എന്തെല്ലാം ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്തു കൊടുക്കാനും മാത്രമാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, ജീവകാരുണ്യ മേഖലയിൽ ഒരു സജീവ സാന്നിധ്യമാണ് ബിച്ചാവ. കഴിഞ്ഞ 30 വർഷക്കാലം പ്രവാസിയായിരുന്നു. എന്തായിരുന്നാലും ഈ ഇലക്ഷനിൽ ഒരു വിജയം ലഭിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞങ്ങളോട് സഹകരിച്ചതിന് അതിയായ നന്ദി. സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡിലൂടെ എന്ന പരിപാടിയിൽ ഞങ്ങളോടൊപ്പം ഉള്ളത് മാവൂർ പഞ്ചായത്തിലെ തന്നെ 12-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയാണ്. സ്വാഗതം. ആദ്യം അദ്ദേഹം നിങ്ങളോട് പരിചയപ്പെടുത്തുന്നു. ഞാൻ 12-ാം വാർഡിൽ നിന്നും UDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതാണ്. എൻ്റെ പേര് ഉമ്മർ കുട്ടി മാസ്റ്ററാണ്. ഇതുവരെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ജോലിയായിരുന്നു. അവിടുന്ന് അസിസ്റ്റൻറ്റ് ലെക്ചറായിട്ട് ഇപ്പോൾ റിട്ടയർഡ് ചെയ്തു. അധ്യാപന മേഖലയിൽ നിന്നും രാഷ്ട്രീയ മേഖലയിലേക്ക് വരുമ്പോൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അധ്യാപക നിലയുള്ള സമയത്തെ ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്. അതുകൊണ്ട് എനിക്കതൊരു പുത്തൻ ഇതായിട്ട് തോന്നുന്നില്ല. 20 വർഷത്തോളം ഞാൻ ഇവിടെ പാർട്ടിൻ്റെ പ്രമുഖ പദവികൾ വഹിച്ചുകൊണ്ട് തന്നെ നിന്ന ആളാണ്. ഈ വാർഡിലെ പ്രസിഡൻ്റായും സെക്രട്ടറിയായും 20 വർഷം ഞാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതിൻ്റെ സമ്മാനമായിട്ട് എനിക്ക്
പാർട്ടി തന്നതാണ് ഈ സീറ്റ്. ഇപ്പോൾ നമുക്കറിയാം മാവൂർ പഞ്ചായത്ത് 4 പതിറ്റാണ്ട് കാലം LDF ഭരിച്ചുകൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് അത് UDF അനുകൂലിച്ചിട്ടുണ്ട്. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ? 35 വർഷക്കാലം ഇടതുപക്ഷം ഭരിച്ച ഒരു പഞ്ചായത്തായിരുന്നു മാവൂർ പഞ്ചായത്ത്. പക്ഷേ 10 വർഷം UDF ഭരിച്ചപ്പോൾ ഈ നാട്ടിൽ വളർച്ചയുടെ ഒരു ശൃംഖല തന്നെ ഉണ്ടായി. ഈ മാവൂർ ടൗണിനെ, ഞങ്ങളെ വാർഡാണ്, അതിൽ ഞങ്ങളെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇന്ന് ഏത് ആൾ മാവൂർ വന്നാലും ഉയർത്തി കാണുന്ന ഒരു സ്ഥാപനമായി ഇന്ന് വികസിച്ചിരിക്കുന്നു. അതുപോലെ മാവൂർ മത്സ്യ മാർക്കറ്റ്, ഈ മത്സ്യ മാർക്കറ്റ് എന്നും അവിടെ ആ ഭാഗത്തെത്തുമ്പോൾ ആൾക്കാർ മൂക്കുപുതി നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അവിടെ ആ മത്സ്യ മാർക്കറ്റിനെ നമ്മൾ നവീകരിച്ച് മാവൂർ അങ്ങാടിയെ തന്നെ മോടി പിടിപ്പിച്ചു. മാത്രമല്ല വികസനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വികസനം എത്തിക്കാൻ എൻ്റെ മുൻ ഭരണസമിതിക്ക് സാധിച്ചു. അവർ നടത്തിയ ആ വികസനത്തിൻ്റെ തുടർച്ച എന്നോണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് എൻ്റെ മുഖ്യ ലക്ഷ്യം. എന്തായിരുന്നാലും വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആദ്യത്തെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമായിരിക്കും? എനിക്ക് വിജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഈ എൻ്റെ വാർഡിലും ഈ മാവൂർ പഞ്ചായത്തിലുമായിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അവർ ITക്കാർ, BTക്കാർ, PGക്കാർ. പക്ഷേ ഇവിടെ ഈ മാവൂരിൽ 400 ഏക്കർ സ്ഥലം, ഗോളിയോറൻസിൻ്റെ സ്ഥലം കാട് പിടിച്ച് കിടക്കുകയാണ്. ഞാൻ ഒരു ഉദ്യോഗാർത്ഥിയ സമയത്ത് എനിക്ക് അതിനെതിരെ ഒരു ശക്തമായ സമരം നടത്തണം എൻ്റെ ആഗ്രഹമുണ്ടായിരുന്നു. ഇനി ഞാനൊരു മെമ്പറായി കഴിഞ്ഞാൽ ഈ ഗോളിയോറൻസിൽ അവരോട് മാന്യമായിട്ടൊരു സ്ഥാപനം, ഒരു ഇൻഡസ്ട്രിയിൽ ഇവിടെ കൊണ്ടുവരാൻ പറയും. അതിനവർ തയ്യാറാകാത്ത പക്ഷം ആ സ്ഥലം പിടിച്ചെടുത്ത് ഒരു ശക്തമായ സമരത്തിന് ഞാൻ നേതൃത്വം നൽകും. ഇത് ജനങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും. കാരണം നമുക്കറിയാം ഇവിടെ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്. യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ തന്നെ ദശദിന സമര ക്യാമ്പുകൾ മാവൂരിൽ നടന്നിട്ടുണ്ട്. പക്ഷേ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം ഇവിടെ വന്നിട്ട് വലിയൊരു IT മേഖല ഇവിടെ വരുമെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല. ഒരു മെമ്പറായി കഴിഞ്ഞാൽ അതിനൊരു മാറ്റം ഉണ്ടാകാനുള്ള എത്രത്തോളം സാധ്യതയുണ്ട്? ഒരു ജനകീയ ഒരു സമരം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് എനിക്കൊരു സമരം ചെയ്യുന്നതിന് അതിനൊരു പരിധി ഉണ്ടായിരുന്നു. ഇനി ഞാനൊരു മെമ്പറായി കഴിഞ്ഞാൽ എനിക്ക് ആ പ്രശ്നമല്ല. എൻ്റെ നാട്ടിലെ ജനങ്ങളെ കൂടെ എല്ലാ വികസനത്തിനും ഞാൻ മുന്നിൽ നിന്നുകൊണ്ട് പോരാടും. എന്തായിരുന്നാലും UDFൻ്റെ സാരഥി അങ്ങേയറ്റം പ്രതീക്ഷയിലാണ്. എല്ലാ വിജയ ആശംസകളും നേരുന്നു. നിങ്ങളോട് സഹകരിച്ചതിന് എല്ലാവിധ നന്ദി. സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡിലൂടെ എന്ന പരിപാടിയിൽ ഞങ്ങളോടൊപ്പം ഉള്ളത് മാവൂർ പഞ്ചായത്തിലെ 12ാം വാർഡ് BJP സ്ഥാനാർത്ഥി സുധീറിനോടൊപ്പമാണ്. ആദ്യമായിട്ട് അദ്ദേഹം നിങ്ങളോട് പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് സുധീർ. ഞാൻ 12ാം വാർഡിൽ നിന്ന് മത്സരിക്കുകയാണ്. BJP ഭാരതീയ ജനതാ പാർട്ടിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്. നമ്മൾ ഇപ്പോൾ ഒരു വികസനത്തിന് വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിനെ നിർത്തിയത്. ഇവിടെ കൊല്ലങ്ങളോളമായിട്ട് ഇടതും വലതും. അതെ, ഇപ്പോൾ നമുക്കറിയാം മാവൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇടതും വലതും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. അപ്പോൾ ഇപ്രാവശ്യം എന്തെങ്കിലും ഒരു മാറ്റം സാധ്യത ഉണ്ടോ? ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു വികസനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നമുക്കറിയാം മാവൂർ പഞ്ചായത്തിൽ ഗോളിയോറൻസ് എന്നുള്ളത് മാവൂരിൻ്റെ കണ്ണായ ഭൂമിയാണ്. നിരവധി ജനങ്ങൾക്ക് താമസിക്കാനും ഒരുപാട് വികസനം വരണമെങ്കിൽ ആ ഭൂമി പ്രചോദനപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇടതും വലതും ഒരുപാട് ശ്രമിച്ചിട്ടും UDFും LDFും മാറി മാറി വരുന്നു, ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു എന്നല്ലാതെ ഇതുവരെ ഒന്നും ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. പക്ഷെ നമുക്കറിയാം ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളത് ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു വലിയൊരു ശക്തിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഗോളിയോറൻസിൽ ഒരു വലിയൊരു പദ്ധതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു വലിയൊരു മുന്നേറ്റമായി മാറൂലേ? അതിനുവേണ്ടി എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? അത് ഭാരതീയ ജനതാ പാർട്ടിൻ്റെ കഴിവനുസരിച്ച് പ്രവർത്തിക്കൂ. എന്തെങ്കിലും വികസനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ വിജയിക്കുകയാണെങ്കിൽ. എങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ കാഴ്ചപ്പാട്? ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ട് മാവൂർ ടൗണിൽ ഒരു വികസനവും ഇല്ല. മാവൂർ ടൗണെന്നല്ല, മൊത്തത്തിൽ എവിടെയും ഒരു വികസനം. എന്നാലും മാവൂർ ഷോപ്പിംഗ് കോംപ്ലക്സും മറ്റൊക്കെ വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. അതെല്ലാം വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും.
എന്തായിരുന്നാലും ഒരു മാറ്റം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് BJP സ്ഥാനാർത്ഥി പറയുന്നത്. എല്ലാവിധ വിജയ ആശംസകളും നേരെയാണ്. നമസ്കാരം. മാവൂരിൻ്റെ ഹൃദയഭാഗമായിട്ടുള്ള 12ാം വാർഡിൽ ഇപ്രാവശ്യവും നല്ല പോരാട്ടമാണ് നടക്കുന്നത്. ആര് ജയിക്കുമെന്നറിയാൻ ഡിസംബർ 16 വരെ കാത്തിരിക്കണം.